കലഹക്കാരൻ മത്തായി സമാധാന ചർച്ചയ്ക്ക് പോകുമോ? പരുമലപ്പള്ളിയിൽ വീഴുന്ന പരിധിയില്ലാത്ത കോടികളുടെ നേർച്ചക്കാശ്. ന്യൂനപക്ഷ പദവി കൊണ്ട് നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിൽ നിന്ന് പ്രതിവർഷം ലഭിക്കുന്ന ശതകോടികൾ, ഉഡായിപ്പ് ട്രസ്റ്റുകളുടെ മറവിൽ നടത്തുന്ന ഹവാല ഇടപാടുകളിലൂടെ ലഭിക്കുന്ന കോടാനുകോടികൾ, പോരാഞ്ഞ് ഉണ്ണക്കുഞ്ഞാടുകൾ കൊടുക്കുന്ന കോടാനുകോടി കാതോലിക്ക ദിനപ്പിരിവ്. പരിധിയില്ലാത്ത ഈ പണം കൊണ്ട് പള്ളിപിടിയും പെണ്ണുപിടിയുമായി നടക്കുന്ന കഞ്ഞിക്കുഴി മൂപ്പന്റെ കഞ്ഞിക്കുഴി സഭയെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്നും നീക്കം ചെയ്തു ഇക്കഴിഞ്ഞ ദിവസം. വഴൂർ മത്തായിയോട് ആദ്യം നീ പള്ളി പിടിച്ചു പറി അവസാനിപ്പിച്ച് സമുദായത്തിൽ സമാധാനം സ്ഥാപിച്ചിട്ട് സഹോദര സമയവുമായി അവരുടെ സാന്നിധ്യത്തിൽ വന്നിരുന്ന് സമവായമുണ്ടാക്കുവാൻ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ കുര്യാക്കോസ് മാർ തെയോഫിലോസ് പറയുന്നത് കേൾക്കുക. അടുത്ത തലമുറയിലേക്ക് ഈ വ്യവഹാരങ്ങളും വെറുപ്പും പകർന്നു നൽകരുത് എന്നഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. കലഹത്തിന്റെ കാതോലിക്ക മത്തായി മൂന്നാമൻ ഇത് കേട്ടിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. 100 വർഷത്തിലധികമായിട്ടുള്ളതായ ഒരു പ്രശ്നമാണ് നമ്മുടെ മലങ്കര സഭ തർക്കമെന്ന് പറയുന്നത്. അത് ഇരു സഭകളും തമ്മിലുള്ള ഒരു വിഷയം മാത്രമായിട്ടല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുഴുവനും ഒരു തലവേദനയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അടുത്ത തലമുറയ്ക്ക് കൈമാറാതെ ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ടത് ഇരു സഭകളുടെയും അതുപോലെ തന്നെ ഈ നാടിന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി വിധികൾ അതൊരു വശത്ത് നിൽക്കുന്നു. വ്യവഹാരങ്ങളിലൂടെയും കോടതി വിധികളിലൂടെയും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല, വിശ്വാസപരവും മതപരവുമായ കാര്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി തന്നെ പല ആവർത്തി പറഞ്ഞ് അതിന്റെ വെളിച്ചത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നിയമനിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഇവിടെയും ക്രിസ്തീയ സഭകൾ തമ്മിലുള്ളതായ 2 വിഷയങ്ങൾ, അത് സഹോദരങ്ങളെ പോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് ക്രിസ്തീയ മാർഗത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അനേക ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ ഇരുവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അതിൽ ഞാനും പങ്കെടുത്തയാളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മറുവിഭാഗത്തിന്റെ ഒരു നിസ്സഹകരണം കൊണ്ടാണത് പൂർത്തീകരിക്കപ്പെടാതെ സഫലീകരിക്കപ്പെടാതെ പോയത്. ഇതര സഭാ മേലധ്യക്ഷന്മാർ പല സന്ദർഭങ്ങളിലും അതിന് ശ്രമിച്ചു. അവിടെയെല്ലാം യാക്കോബായ സഭ എന്നും ഈ മധ്യസ്ഥ ശ്രമങ്ങളോട് ചർച്ചകളോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാര്, ഏറ്റവും പ്രധാനപ്പെട്ട ഓറിയന്റൽ സഭകളിലെ കോപ്റ്റിക് അതുപോലെ തന്നെ അർമേനിയൻ സഭാ തലവന്മാര് കൈറോയിൽ വെച്ച് ഈ വിഷയം ശാശ്വതമായി പരിഹരിച്ച് മലങ്കര സഭയിൽ തർക്കങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ഇരുവിഭാഗത്തിലെയും കാതോലിക്ക ബാവമാരെ കൈറോയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ക്ഷണമെന്ന് പറയുന്നത് യാക്കോബായ സഭ, സുറിയാനി ഓർത്തഡോക്സ് സഭ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന, ഇപ്പോ മറുവിഭാഗവും ഒക്കെ ഉൾപ്പെടുന്നതായ ഓറിയന്റൽ സഭ കുടുംബം എന്ന് പറയുന്നത്, ആ വിശ്വാസ ഐക്യത്തില് അത് തുടരണമെങ്കിൽ ഈ സഭകൾക്ക് പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ട് ഈ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് അനേകരത് ശ്രമിച്ചിട്ടും ഇതുവരെയും ഫലം കണ്ടില്ലെങ്കിലും ഇതിന്റെ ഒരു ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് നമുക്ക് പറയാം. ഈ സഭകളുടെ തലവന്മാര്, പാത്രിയർക്കിസ്മാര് അതിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബായ സഭ പൂർണ്ണമായിട്ടും അതിൽ പ്രത്യാശ വയ്ക്കുകയാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹകരിക്കും. പിന്നെ മറുവിഭാഗത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവിടുത്തെ ഒരു ബിഷപ്പ് പറഞ്ഞത് അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു പറഞ്ഞാലും, പക്ഷെ അവിടുത്തെ ഔദ്യോഗിക ഇതിനകത്ത് അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ മറുവിഭാഗത്തിൽ തന്നെ ഒരു മെത്രാപ്പോലീത്ത, അദ്ദേഹം കഴിഞ്ഞ ദിവസം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുകയാണ്, അപ്പറയം തിരുമേനി, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇന്ന് ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ഗിവർഗീസ് സഹോദരന്റെ പെരുന്നാളിന്റെ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് പള്ളിപ്പിടുത്തമൊക്കെ അവസാനിപ്പിച്ച് ക്രിസ്തീയ മാർഗത്തിലൂടെ ഈ മലങ്കര സഭാതർക്കം അവസാനിപ്പിക്കുവാൻ സ്വന്തം സഭയോടാണ് ആഹ്വാനം ചെയ്തത്.
യഥാർത്ഥത്തിൽ 60ഓളം പള്ളികൾ ഞങ്ങളുടെ പള്ളികൾ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇത് ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരു മെത്രാപ്പൊലീത്തായുടെ മാത്രം ഒരു വികാരമല്ല. ആ സഭയിലെ ഭൂരിഭാഗം വരുന്ന മെത്രാപ്പൊലീത്തമാരും വൈദികരും വിശ്വാസികളുടെയും വികാരമാണെന്നുള്ളത് മറുവിഭാഗത്തിലെ നേതൃത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സാഹചര്യത്തെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ദുരഭിമാനവും അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ച് ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ രണ്ട് സഹോദരി സഭകളായിട്ട് നമുക്ക് മുന്നോട്ട് സഹകരണത്തിലും സഹവർത്തത്തിലും വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് സാക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ മറുവിഭാഗം തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെയാണ് ഈ സന്ദർഭത്തിൽ എനിക്കുള്ളത്.